ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂണിക്കോൺ 160 BS6-ൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓണറായ അഭിലാഷ് നമ്മളോട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് ചോദിച്ചറിയാം. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ യൂണിക്കോൺ 160 എടുക്കാനുള്ള ഒരു കാര്യം എന്താണ്? യൂണിക്കോൺ എടുക്കാനുള്ള കാര്യം എന്താ, നമ്മൾക്ക് വണ്ടി ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം ഡെയിലി യൂസിങ്ങിനും അതേണക്ക് തന്നെ അത്യാവശ്യം ലോങ്ങോ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റിയ, രണ്ടിനും കൂടെ പറ്റിയ ഒരു വണ്ടി നോക്കിയാണ് യൂണിക്കോൺ സെലക്ട് ചെയ്യാനുള്ള കാരണം. അന്നേരം മറ്റ് ബ്രാൻഡുകളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നോ? മറ്റ് ബ്രാൻഡുകൾ ടെസ്റ്റ് ഡ്രൈവ് നോക്കി. ബജാജിൻ്റെ വണ്ടിയാണ് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഹോണ്ടയുടെ വണ്ടി, ഹീറോയുടെ വണ്ടി ടെസ്റ്റ് നോക്കിയായിരുന്നു. പിന്നെ ഹോണ്ടയുടെ തന്നെ ഷൈൻ നോക്കിയായിരുന്നു. അപ്പം അതിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ് ഇതെന്ന് തോന്നിയിട്ടാണ് യൂണിക്കോണിലേക്ക് വന്നത്. ഇതിപ്പോൾ എത്ര നാളായി എടുത്തിട്ട്? ഇപ്പോൾ 2 കൊല്ലം കഴിയുന്നു. 2 കൊല്ലം. എത്ര കിലോമീറ്ററായി? ഏകദേശം ഒരു 35 കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട്. 30,000 കിലോമീറ്ററോളം. അപ്പോൾ അന്ന് എടുത്തപ്പോൾ പ്രൈസൊക്കെ ഏകദേശം എത്ര ആയിരുന്നു? അന്ന് എടുത്തപ്പം എനിക്ക് തോന്നുന്നു 1.31 സംതിങ് ആയതുകൊണ്ട് അന്ന് എടുത്തപ്പോൾ ആയിരുന്നു. 1.31. അപ്പോൾ ഇതിൽ ലോങ് ഡ്രൈവ് പോയത് എവിടം വരെയൊക്കെയാണ്? ലോങ് ഡ്രൈവ് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലം കൊല്ലമാണ്. നമ്മൾ കൊല്ലത്ത് നിന്ന് ഇടുക്കി വരെയൊക്കെ ലോങ് ഡ്രൈവ് പോയിട്ടുണ്ട്. മറ്റേ യാത്ര കംഫർട്ടബിൾ ആയിരുന്നു. മറ്റു വലിയ കുഴപ്പങ്ങളൊന്നും. എത്ര, 2 പേരായിട്ടാണോ അതോ ഒരാളായിട്ടാണോ പോയത്? 2 പേരായിരുന്നു. 2 പേരായിട്ടാണ് പോയത്. ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. സുഖമായിട്ട് തന്നെയാണ് പോയിട്ട് വന്നത്. വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിലവിൽ ഇതിന് മൈലേജ് ഒക്കെ ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട് ഏകദേശം? മൈലേജ് ഈ വണ്ടിക്ക് എനിക്കൊരു 50-ന് മുകളിൽ എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. 55-55 എന്തായാലും മൈലേജ്, എനിക്കൊരു ആവറേജ് മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കതൊരു നല്ല മൈലേജ് ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. കാരണം വണ്ടി 160cc വണ്ടിയാണ്. അപ്പം ആ വണ്ടിക്ക് ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കി, ആ റേഞ്ചിലുള്ള ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കിയാണെങ്കിൽ 50-ന് മുകളിൽ 50+ കിട്ടുന്നത്, മൈലേജ് കിട്ടുന്നത് നല്ല മൈലേജ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സർവീസൊക്കെ നമ്മൾ കമ്പനി സർവീസ് അല്ല ഈ സർവീസ് പീരീഡ് വരെ ചെയ്തിരുന്നത്? സർവീസ് ഇപ്പം ആദ്യത്തെ ഫസ്റ്റ് 3 സർവീസ് ഫ്രീ സർവീസാണ്. അത് കഴിഞ്ഞുള്ള എല്ലാം പെയ്ഡ് സർവീസുകളാണ് വരുന്നത്. സർവീസുകളെല്ലാം പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ വണ്ടിക്ക് മറ്റുള്ള ഇഷ്യൂസ് ഒന്നും വണ്ടിക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? പോസിറ്റീവാണ്, വണ്ടി റൈഡിങ് കംഫർട്ടബിളാണ്. മറ്റേ നടുവേദന കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും പോകാം. ലോങ് വേണം പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അല്ലാതെ ലോക്കൽ ഡ്രൈവിനായാലും പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് പോസിറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്? നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ബ്രേക്ക് പാഡ് പെട്ടെന്ന്, മറ്റുള്ള ഞാൻ മുമ്പ് ഉപയോഗിച്ച് വരുന്ന ബജാജിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വെച്ച് നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് വളരെ പെട്ടെന്ന് തീർന്നതായിട്ട് തോന്നാം. കണക്ക് തന്നെ ചെയിൻ സോക്കറ്റും അങ്ങനെ അധിക കാലം കിടക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. 3-4 പ്രാവശ്യമാണ് ഞാനിപ്പം ഇതിനിടയ്ക്ക് ചെയിൻ സോക്കറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ മീറ്റർ ഒരു 1.5 കൊല്ലമായപ്പോഴത്തേക്ക് മീറ്റർ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അത് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് തന്നെ വാറണ്ടി തന്നെ മാറാൻ പറ്റി. പിന്നെ നമുക്ക് വിസിബിലിറ്റി, ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ട്? വിസിബിലിറ്റി ഹെഡ്ലൈറ്റിന് വെട്ടം കുറവാണ്. കുറച്ച് നമ്മൾ നൈറ്റിലൊക്കെ പോകുമ്പം നമുക്ക് വെട്ടമില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് വെട്ടം കുറവായിട്ട് തന്നെ തോന്നുന്നു. വലിയ പറയത്തക്ക രീതിയിലുള്ളൊരു വിസിബിലിറ്റി കിട്ടാറില്ല. എങ്ങനെ എന്ന് വെച്ചാൽ ബ്രൈറ്റിലിട്ട് പോയാലും വെട്ടം കുറവാണ്. പുതിയതായിട്ട് യൂണിക്കോൺ വണ്ടി എടുക്കുന്നവർ എനിക്ക് പറയാനുള്ളത്, വണ്ടി അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. എനിക്ക് വണ്ടി എടുത്തിട്ട് ഇപ്പം ഏതാണ്ട് 2 കൊല്ലത്തിന് മുകളിൽ ഞാൻ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള, അത്യാവശ്യം നല്ലോണം ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്.